തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി. ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് വിശദീകരണം തേടാനുള്ള ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. നേരത്തെ തന്നെ ഇത്തരത്തിൽ നടപടിയിലേക്ക് കടക്കും എന്നുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. ഷിജോ കുര്യൻ ചെയ്യുന്നുണ്ട്. ഷിജോ, എന്താണ് നടപടി? ധന്യ, ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു തുറന്നുപറച്ചിൽ നടത്തി? സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ള വിലയിരുത്തൽ ആരോഗ്യവകുപ്പിന് വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ആരോഗ്യവകുപ്പ് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അത് പഠിച്ച് അതിനകത്ത് ഒരു വിശദീകരണം തേടണം എന്നുള്ള കാര്യം വന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസിൽ ഡോക്ടർ എന്തുകൊണ്ട് ഇങ്ങനൊരു തുറന്നുപറച്ചിൽ നടത്തി, ബന്ധപ്പെട്ട അധികൃതരെ കാര്യം അറിയിച്ചിരുന്നു, അല്ലെങ്കിൽ ഡോക്ടർ കാണിച്ചത് ഒരു സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ള വിലയിരുത്തൽ ആരോഗ്യവകുപ്പിന് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഡോക്ടർ ഹാരിസ് ചിറക്കലുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും അക്കാര്യം തന്നെ പറഞ്ഞിരുന്നു. അതായത് ഇത്തരത്തിൽ ഒരു സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ള കാര്യം ആണ് എന്ന് അറിയാമെങ്കിൽ പോലും പറഞ്ഞത് യാഥാർത്ഥ്യമാണ്, അതിനകത്ത് താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്ത് നടപടി വന്നാലും കുഴപ്പമില്ല, താനത് നേരിട്ട് കൊള്ളാം എന്നുള്ള നിലപാട് ഡോക്ടർ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇതൊരു അച്ചടക്ക ലംഘനമാണ്, സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ള വിലയിരുത്തൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയ വിദഗ്ധ സമിതി വിലയിരുത്തുകയും ചെയ്തിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, അവിടുത്തെ നെഫ്രോളജി വിഭാഗം മേധാവി, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി, ഇവരടങ്ങുന്ന ഒരു 4 അംഗ വിദഗ്ധ സമിതിയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ അന്വേഷണം സംബന്ധിച്ച കാര്യത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരികയും അവിടെ ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളിലെ വകുപ്പ് മേധാവിമാരുമായിട്ട് ആശയവിനിമയം നടത്തുകയും അവരെ കൃത്യമായിട്ട് കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവരെല്ലാം പറഞ്ഞിരുന്നത് ഉപകരണത്തിന്റെ ക്ഷാമമുണ്ട്, കൃത്യമായിട്ട് ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിനടക്കം വീഴ്ചയുണ്ടോ എന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയതുപോലെയുള്ള ഒരു തുറന്നുപറച്ചിൽ അത് സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് അന്ന് പോലും ഉയർന്നു വന്നിരുന്നത്. അതേ തുടർന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റേത് സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ള വിലയിരുത്തലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയത്. അതേ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ കാരണം കാണിക്കൽ നോട്ടീസിന് എത്രയും വേഗം ഡോക്ടർ ഹാരിസ് ചിറക്കൽ മറുപടി നൽകണം എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ എന്തിന് ഇങ്ങനൊരു തുറന്നുപറച്ചിൽ നടത്തി, സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തിനൊരു തുറന്നുപറച്ചിൽ നടത്തി, മാധ്യമങ്ങളിലൂടെ ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്തിനു നടത്തി, അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് നമ്മൾ ആ കാരണം കാണിക്കൽ നോട്ടീസിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ കാരണം കാണിക്കൽ നോട്ടീസിലെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നില്ല. അല്പസമയത്തിനകം ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഒരു പ്രതികരണത്തിന് കൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം വന്നതിന് ശേഷം ഇതിനകത്ത് കൂടുതൽ വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ കടുത്ത നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കാനുള്ള ഒരു സാധ്യതയില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോയാൽ KGMCT അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെയും മറ്റ് ബന്ധപ്പെട്ട മറ്റ് ജീവനക്കാരുടെയും ഒക്കെ സംഘടന ആരോഗ്യവകുപ്പിനെതിരെ തിരിയാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. സംഘടനകളുടെ പ്രതികരണമാണ് ഇനി വരാനുള്ളത്. ഡോക്ടർ ഹാരിസിന്റെ, അതായത് നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, നടപടി ഉണ്ടായാലും കുഴപ്പമില്ല എന്നായിരുന്നു അവസാന ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. പക്ഷേ